Hello everyone, welcome to 90 plus double power tuition. I hope that my voice is clear, my video is perfect. If you're facing any trouble, let me know. Everybody, please turn on your camera. All of you, please turn on your camera. Mm. Yeah. ഞാൻ audible ആണല്ലോ അല്ലേ? Yes. ക്യാമറ ഓഫ് ചെയ്ത ലിസ്റ്റ് ഓഫ് സ്റ്റുഡൻസിനെ നമുക്ക് വിത്തിൻ 5 മിനിറ്റ്സിൽ അപ്ഡേറ്റ് ചെയ്യണമെന്നുണ്ട്. ഓക്കെ, എല്ലാവരും കേൾക്കുന്നുണ്ടല്ലോ? അത് നിങ്ങൾ ഇൻഫോം ചെയ്തതാണോ ഇൻഫോം ചെയ്തിട്ടില്ലേ എന്നുള്ളത് നമുക്ക് ചെയ്തില്ലെങ്കിലും ചെയ്താലും ഓക്കെ, ഇത് സ്റ്റുഡൻസ് ഇൻഫോംഡ് ആണെന്ന് അവർ ചെക്ക് ചെയ്യെങ്കിൽ ചെക്ക് ചെയ്യും, ഇല്ലെങ്കിൽ നമ്മൾ അവരുടെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യും. ദാറ്റ് ഈസ് വൈ everybody who's not turned on the camera, I'm telling again, turn it on, turn it on. I hope that my point is clear for everyone. Okay? Yeah. Numa, എന്തുണ്ട് വിശേഷം? Okay. Yeah. So, ഇന്ന് വർക്കൗട്ട് സെഷൻ ആണെന്ന് എല്ലാവർക്കും അറിയാലോ? എല്ലാവരും പഠിച്ചിട്ടാണല്ലോ വന്നത്? ഓക്കെ. ക്യാമറ ഓൺ ചെയ്തിരിക്കും മക്കളെ. മിസ് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു. എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഇൻഫോം ചെയ്യാം. ബട്ട് ഈവൻ ദോ നമുക്ക് നിങ്ങൾ ഇത്ര പേരുടെ ക്യാമറ ഓഫ് ആണ് എന്നുള്ളതൊരു ഇൻഫർമേഷൻ പാസ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ. സോ നമുക്കൊരു ക്വിക്ക് റീക്യാപ്പ് പോവാം. ഇന്നലത്തെ ക്ലാസ്സിൽ എന്താ പറയാ, ഡെയിലി എക്സാമിന് ഫുൾ മാർക്ക് കിട്ടിയ ഉണ്ടായിരുന്നു എന്ന് വിശ്വസിക്കുന്നു. ഫുൾ മാർക്ക് കിട്ടിയവരുണ്ടോ? 10 ഔട്ട് ഓഫ് 10 കിട്ടിയ ആരൊക്കെ ഉണ്ട്? എന്റെ സൗണ്ട് അത്ര ക്ലിയർ അല്ലെങ്കിൽ പറയണം കേട്ടോ, ബിക്കോസ് നല്ല ത്രോട്ട് പെയിൻ ഉണ്ട്, നല്ല ഫീവറും ഉണ്ട്. ഓക്കെ, 10 ഔട്ട് ഓഫ് 10 കിട്ടിയ ആരെങ്കിലും ഉണ്ടോ? ചിലപ്പോൾ ജോയിൻ ചെയ്തതിൽ ആരും ഉണ്ടാവില്ല അല്ലെ? 9 ഔട്ട് ഓഫ് 10. ഓക്കെ, വെരി ഗുഡ്. വെരി ഗുഡ്, വെരി ഗുഡ്. നിങ്ങൾ 10 ഔട്ട് ഓഫ് 10 വാങ്ങാൻ ക്യാപ്പബിൾ ഉള്ള ആൾക്കാരാണ്. അപ്പൊ അതിനനുസരിച്ച് അടുത്ത എക്സാമിന് അടിപൊളിയാക്കാം കേട്ടോ. ആദിദേവ്, റെഡിയല്ല? എന്തുറ്റി, സുഖല്ലേ? കേൾക്കുന്നില്ലടാ. വയ്യ മാം, സന്തോഷമാണ്. നമുക്ക് ആദ്യം ക്വിക്ക് റീക്യാപ്പ് പറയാം, എന്നിട്ട് വർക്കൗട്ട് സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഇന്നലെ എന്തൊക്കെയായിരുന്നു പഠിച്ചത്? ഓക്കെ യുമ, ഇന്നലെ നമ്മൾ എന്തൊക്കെയാ പഠിച്ചേ? ഇന്നലെ നമ്മൾ എന്തൊക്കെയാ പഠിച്ചേ? ഏ, ഇന്നലെ പഠിക്കാത്ത പോലെയുള്ള എല്ലാവരുടെ റിയാക്ഷനും. റിഫ്രാക്ഷൻ ആ, റിഫ്രാക്ഷൻ പഠിച്ചു. മെയിൻ ടൈറ്റിൽ ഹെഡിങ്സ് എന്തൊക്കെയായിരുന്നു? റിഫ്രാക്ഷൻ പഠിച്ചു. പിന്നെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഒപ്റ്റിക്കൽ ഡെൻസിറ്റി പഠിച്ചു. പിന്നെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് പഠിച്ചു. ഇൻഡെക്സ് പഠിച്ചു. ഓക്കെ, പിന്നെ 2 ടൈപ്പ് ഓഫ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് പഠിച്ചു. ഏതൊക്കെയാ 2 ടൈപ്പ്? റിലേറ്റീവും അബ്സല്യൂട്ടും. റിലേറ്റീവ് ആൻഡ് അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. തേജസേ, ഇവിടെ ഇല്ലേ? ആ, സാധിക്ക ഇവിടെ ഇല്ലേ? ആ, നിങ്ങൾ അപ്പൊ ഫിദ മാത്രമേ ഇതൊക്കെ പഠിച്ചോളൂ. ഞാൻ ഇന്നലെ ഫിദയ്ക്ക് വേണ്ടി മാത്രം ക്ലാസ് എടുത്ത്, ബാക്കി ആരും ഒന്നും പഠിച്ചില്ലേ?
ഇഷിത എന്തൊക്കെ പഠിച്ചു ഇന്നലെ? Optical density, refractive index, refraction of light, ഉം. absolute refractive index, relative refractive index. ആ ഇതൊക്കെ കയ്യിൽ വെച്ചിട്ടാണോ ഇരിക്കണേ? പറയാൻ പറ്റില്ല. മിസ് എന്നെ വിളിക്കട്ടെ എന്ന് മാത്രമേ ഞാൻ പറയൂ. അങ്ങനെയാണോ? അങ്ങനെയാണോ? തേജസ് എന്തൊക്കെ പഠിച്ചു ഇന്നലെ? ഉം. ആ ഇന്നലെ റിഫ്രാക്ട് റിഫ്രാക്ഷൻ പഠിച്ചു. യെസ്, വെരി ഗുഡ് സാധിക. സ്നെൽസ് ലോ പഠിച്ചു. തേജസ് ബാക്കി പറഞ്ഞ കേക്കട്ടെ. മിസ് ചോദിക്കട്ടെ, നവജോതിനും അഭിഷേകിനും അക്ഷയ്ക്കും ഷെൻസയ്ക്കും റിഹാനും ഫിദ ഫാത്തിമയ്ക്കും ഇന്നും ക്യാമറ ഇഷ്യൂ ഉണ്ടോ? മാത്യു. മാം ഞാൻ റീസൺ പറഞ്ഞായിരുന്നു. ഓക്കെ. മാത്യു, നമ്മൾ എന്തൊക്കെ പഠിച്ചു? തേജസ്, യു ആർ നോട്ട് ഓഡിബിൾ ഇഫ് യു ആർ സ്പീക്കിംഗ്. മാത്യു, നമ്മൾ എന്തൊക്കെ പഠിച്ചു? യെസ്റ്റർഡേ വാട്ട് ഡിഡ് വി ലേൺ? മാത്യു, can you unmute your side and speak up, please? Okay, Navajot. Matthew, could you please unmute your side and speak up? What did we learn yesterday's class? Only the title heading, not more the detailing. Yeah. refraction, Refraction, then optical density, optical density, then laws of refraction, laws of refraction. uh, speed of light, That is about refractive index, right? yeah, Yes. yeah, refracting index. Yeah. Okay, very good. അനക്, റിഫ്രാക്ഷൻ എന്തായിരുന്നു? വാട്ട് ഇസ് മീൻ ബൈ റിഫ്രാക്ഷൻ? നമ്മൾ എന്താ റിഫ്രാക്ഷനെ പറ്റി പഠിച്ചേ? അനക്, Bending of light as light Hmm. reaches another medium ഓക്കെ, ഇത് റീക്യാപ്പ് ആണ് കേട്ടോ ഇപ്പൊ ചെയ്യുന്നത്. due to the Bending, change of yes, very good, very good. Bending of light when light travels from one medium to another medium at the point of separation is called as the refraction of light. Okay, ഷെൻസ, എന്തായിരുന്നു ഒപ്റ്റിക്കൽ ഡെൻസിറ്റി? The measure of medium that passes through the speed of light passing through it. Okay, so how much a medium can accommodate the light, that measurement is called as optical density. Okay. Adidev, optical density and speed of light has a connection, right? What is it? Ma'am, they are inversely proportional. I can't hear you, dear. Inversely proportional. Inversely proportional. Inversely proportional means? When speed of light increased, optical density decreases. Optical density increases, speed of Increases, light yeah. decreases. Okay, vice versa is correct, no worries. Okay. Saroya, what is refractive index? Ma'am, that constant in Yes. it How you is can define it? we can define Hmm. it by That's okay. എന്തിന്റെ കമ്പാരിസണാ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്? മീഡിയത്തിലുള്ള constant sin I by sin R. ദാറ്റ് ഈസ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. അല്ലാതെ നമ്മൾ ഒരു കാര്യം കൂടി പഠിച്ചില്ലേ മെയിൻ ആയിട്ട് പറയാൻ വേണ്ടി? Relatively refractive index രണ്ട് ടൈപ്പ് ഉണ്ട്, റിലേറ്റീവും അബ്സല്യൂട്ടും. ദാറ്റ് ഐ നോ. പക്ഷെ എന്തിന്റെ കമ്പാരിസൺ ആയിരുന്നു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്? മീഡിയത്തിലെ എന്തിന്റെ കമ്പാരിസണാ? speed of light. വെരി ഗുഡ്, വെരി ഗുഡ്. സാധിക, can you complete the definition for the refractive index, please? എന്റെ ഉമ്മാനോട് ഞാൻ കുറച്ച് ചൂടുവെള്ളം ചോദിച്ചു. ഉമ്മ തിളച്ച വെള്ളം കൊടുന്നിരിക്കുക. ഒരു ഗതികേട് നിങ്ങൾ മനസ്സിലാക്കണേ. തൊണ്ട വയ്യാണ്ടിരിക്കുക, കുറച്ച് ചൂടുവെള്ളം ചോദിച്ചു. ഇതെങ്ങാനും ഒഴിച്ചു കഴിഞ്ഞ ഇവിടെ പുക പാറും. ഓക്കെ, ആ സാധിക്ക. Yes, madam. ആ പറയടാ. പിന്നെ ഇന്ന് ദയവ് ചെയ്ത് എന്നെ കൊണ്ട് റിപ്പീറ്റഡ്ലി 2 തവണ പറയിപ്പിക്കരുത്. ക്രൂരതയാണ് നിങ്ങൾ ചെയ്യുന്നത്. എന്റെ സൗണ്ട് കേട്ട് നിങ്ങൾക്ക് എന്നെ കൊണ്ട് 2 തവണ പറയിപ്പിക്കാൻ തോന്നുന്നുണ്ടോ? ഡിയർ,
How you can define refractive index? Speed of light. Speed of Uh, light. What is the refractive index? Speed of light and refractive index. അല്ല അതിങ്ങനെ ബെൻഡ് ആകുമ്പോള്ള Comparison of speed of light in different media, right? Okay. Yes. നമ്മൾ എന്തായിരുന്നു റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്? ഗുഡ് ഈവനിങ് നവാദ്. ഗുഡ് ഈവനിങ്. ഇപ്പൊ ജോയിൻ ആയുള്ളൂ അല്ലേ? ആ അത് വരാമല്ലോ നവാദെ. പോർച്ചുഗൽക്കാരൊക്കെ എവിടെ പോയി? ഇവിടെ ഇല്ലേ? ഇന്നില്ലേ ആരും പോർച്ചുഗൽക്കാര്? ഇല്ല. അവര് മനഃപൂർവ്വം ജോയിൻ ആവാതെ എന്നായിരിക്കും. ശ്രീഹരിയൊക്കെ ആയിരുന്നു, അവനൊന്നും ഇല്ല. വൈഷ്ണവ് ക്യാമറ ഓൺ ചെയ്തേ. അഭിഷേക് ഇന്നും ക്യാമറ ഇഷ്യൂ ഫേസ് ചെയ്യുന്നുണ്ടോ? റിഹാനും ഇന്നും ക്യാമറ ഇഷ്യൂ ഉണ്ടോ? അക്ഷയ് വി സാജന് ഇന്നും ക്യാമറ ഇഷ്യൂ ഉണ്ടോ? വൈഷ്ണവന് ഇന്നും ക്യാമറ ഇഷ്യൂ ഉണ്ടോ? ഓക്കെ, മിസ് ചോദിച്ചിട്ടുണ്ട്. യു ഡോണ്ട് ഹാവ് ഇറ്റ്. നിങ്ങൾ റെസ്പോണ്ട് ചെയ്തിട്ടില്ല കേട്ടോ. ദാറ്റ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ഓക്കെ, വൈഷ്ണവ് അത് കുഴപ്പമില്ലടാ, അത് നീ സ്ഥിരം ചെയ്യുന്ന പരിപാടിയല്ലേ. ഓക്കെ, ക്യാമറ ഓൺ ചെയ്തോ. ഓക്കെ അഭിഷേക്, ഗോട്ട് ഇറ്റ്. അതെനിക്ക് വിഷയമല്ല എന്ന് എനിക്കറിയില്ല വൈഷ്ണവേ. കഴിച്ചോട്ടോ. ഓക്കെ റിഹാൻ, ഫൈൻ. യെസ്. ഇനി ഓൺ ചെയ്യാനുള്ളത് നവജോതും അക്ഷയാണ് കേട്ടോ. നിങ്ങളുടെ രണ്ടുപേരുടെ കൂടി റീസൺ എനിക്കറിയാണ്. അഭിഷേകൻ റിഹാൻ, ഐ ഗോട്ട് എ പോയിന്റ്. മാന. യെസ് ഡിയർ. മാം ഞാൻ ഇപ്പാണ് ക്ലാസ് കയറിയത്. നമ്മൾ റീക്യാപ്പ് പറഞ്ഞുകൊണ്ടിരിക്കുക എന്നല്ല പഠിച്ചത് കേട്ടോ. നമ്മൾ രണ്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഇന്നലെ ഡിസ്കസ് ചെയ്തു. റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സും അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സും. ആര്യൻ എച്ച് ആഷിഖ്, can you give me the difference between relative and absolute refractive index? ആര്യൻ കേൾക്കുന്നില്ലേ? ആര്യൻ, I'm not audible for you. Aryan H. Ashik, mic is not working here. Okay, fine. Yeah. So നമ്മൾ രണ്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് പഠിച്ചിരുന്നു, റിലേറ്റീവും അബ്സല്യൂട്ടും. റിലേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു മീഡിയം വാട്ടർ ഗ്ലാസ്, അതായത് എയർ അല്ലാത്ത ഏതെങ്കിലും രണ്ട് മീഡിയം, വൺ ഓഫ് യുവർ മീഡിയം ഡിഫറെന്റ് മീഡിയംസ് ആവണം, എയർ ആവരുത്, അതിൽ എയർ പെടാൻ പറ്റില്ല. ആ കേസിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന് നമ്മൾ റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്നും, എയർ വരുന്നതിന് നമ്മൾ അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്നും. റിലേറ്റീവിന്റെ ഇക്വേഷൻ V1/V2 അല്ലെങ്കിൽ V2/V1. അബ്സല്യൂട്ടിന്റെ ഇക്വേഷൻ N=C/V. റിഫ്രാക്റ്റീവ് ഇൻഡെക്സും സ്പീഡ് ഓഫ് ലൈറ്റും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയും റിഫ്രാക്റ്റീവ് ഇൻഡെക്സും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, എല്ലാവരും റെഡി അല്ലേ വർക്കൗട്ട് സെഷൻ സ്റ്റാർട്ട് ചെയ്യാൻ? വാട്ട് ഈസ് റിഫ്രാക്ഷൻ? ദ ബെൻഡിങ് ഓഫ് എ ലൈറ്റ് വെൻ ലൈറ്റ് is traveling from one medium to another medium. Okay, at the point of separation. Second, optical density is a measure how much the light passes through a particular medium. When optical density increases, speed of light decreases. Then two laws of refraction. Okay, Navajot, fine. Two laws of refraction are: one, incident ray, refracted ray, and normal will lie on the same plane. Second, Snell's law. Ratio of sine of angle of incident to the sine of angle of refraction will be a constant. Sin I by sin R is equal to n. Then refractive index രണ്ടെണ്ണം പഠിച്ചു, N1 N21 V2/V1 V1/V2. പിന്നെ absolute refractive index N=C/V. അത് വെച്ചൊരു പ്രോബ്ലം ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി മിസ്സസ് സ്ക്രീൻ ഷെയർ ചെയ്യാൻ പോവാണ് വർക്കൗട്ടിന്റെ PPT. എല്ലാവരും നോട്ട്ബുക്കിൽ ഒരു പുതിയ പേജ് എടുത്തിട്ട് ഇരുന്നു. ഓക്കെ, സ്ക്രീൻ ഇപ്പൊ ഷെയർ ചെയ്യാം കേട്ടോ.
Can you see my screen, everybody? സ്ക്രീൻ കാണുന്നുണ്ടോ എല്ലാവർക്കും? Yes, ma'am. Okay. ഇനി മിസ് വർക്കൗട്ട് അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞതാണ്. ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് കാണിക്കുക. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ എഴുതണ്ട, ക്വസ്റ്റ്യൻ നമ്പർ ഇട്ടിട്ട് എൻ്റെ പ്ലേസ് നിങ്ങൾ ചോദിച്ചിരുന്നു യെസ്റ്റർഡേ അല്ലേ? ഡിസ്ട്രിക്റ്റ് പാലക്കാടാണ്. ഞാൻ മലപ്പുറം പാലക്കാട് ബോർഡറിലുള്ള ഒരാളാണ്. ഓക്കെ, അതുകൊണ്ട് നല്ല മലബാരി സ്ലാങ് ഉണ്ടാവും. ഉമ്മ ഇസ് ബേസിക്കലി ഫ്രം മലപ്പുറം ഡിസ്ട്രിക്ട്, പപ്പ ഇസ് ബേസിക്കലി ഫ്രം പാലക്കാട് ഡിസ്ട്രിക്ട്. പാലക്കാടിന്റെ ടോൺ അങ്ങോട്ട് വരാൻ ചാൻസ് ഇല്ല, കാരണം ഞാൻ മലപ്പുറം പാലക്കാടിന്റെ ബോർഡറിൽ ആണ് എൻ്റെ വീട് ഇരിക്കുന്നത്. നല്ല മലബാരി സ്ലാങ് വരും. ദാറ്റ് ആസ് എനഫ്. നെക്സ്റ്റ്, ഞാൻ വർക്കൗട്ട് സെഷനെ പറ്റി പറയുന്നത്, ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ മിസ് കാണിക്കും. നിങ്ങൾ ക്വസ്റ്റ്യൻ നമ്പർ ഇട്ടിട്ട് അതിന്റെ ആൻസേഴ്സ് എഴുതി തുടങ്ങുക. മിസ് 1 by 1 ആയിട്ട് ഓരോരുത്തർ വിളിക്കും. ആൻസർ എഴുതി കഴിഞ്ഞവർക്ക് ഹാൻഡ് റൈസ് ചെയ്യുക, അവരെ വിളിക്കും. ഓക്കെ, പോയിന്റ്സ് ക്ലിയർ ആണല്ലോ? മിസ് റിപ്പീറ്റ് ചെയ്യണം. ക്ലിയർ ആണ് എല്ലാവർക്കും? ഓക്കെ, ഇനി ക്യാമറ വർക്ക്. യെസ്, പറഞ്ഞോളാം. നമ്മൾ ഈ നോട്ട്ബുക്കിൽ എഴുതിയത് നമ്മൾ എഴുതുന്ന ആൻസർ നോക്കി വായിച്ചാൽ മതിയല്ലോ. അതന്നെ മതി, കുഴപ്പമില്ല. ഇനി ക്യാമറ വർക്ക് ചെയ്യാത്ത ആൾക്കാര് മൈക്ക് വർക്ക് ചെയ്യുന്നുണ്ടല്ലോ. അഭിഷേകിന്റെ മൈക്ക് വർക്ക് ചെയ്യില്ലേ? അഭിഷേകിന്റെ മൈക്ക് വർക്ക് ചെയ്യില്ലടാ. റിഹാന്റെ മൈക്ക് വർക്ക് ചെയ്യില്ലേ? ഓക്കെ, അപ്പൊ മൈക്ക് വർക്ക് ചെയ്യാത്തവർ ചാറ്റിൽ ആൻസർ ചെയ്യാം. ഓക്കെ, റിഹാന്റെ മൈക്ക് വർക്ക് ആവില്ലേ? ഓക്കെ, അപ്പൊ ഞാൻ വിളിക്കുമ്പോ അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കണം. ഓക്കെ, നവജോതിന്റെ മൈക്ക് വർക്ക് ആവില്ലേ? നവജോത്, okay, feeling not feeling well, I know. Okay, next, Adit S. John, is you join now? Can you please turn on your camera? I think like you are not for the last class. ഇന്നലത്തെ ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ലല്ലോ ആദിത്. ആൻഡ് മേരി ഓൾസോ. ആൻഡ് മേരിയുടെ മൈക്ക് വർക്ക് ആവില്ലേ? ക്യാമറ അല്ലേ വർക്ക് ആവത്തുള്ളൂ? ഓക്കെ, ഞാൻ വിളിക്കുമ്പോൾ അൺമ്യൂട്ട് ചെയ്ത് പറയണം കേട്ടോ. നിങ്ങൾ അവിടെ ഉണ്ട് എന്നുള്ളതിന്റെ ഒരു തെളിവാണത്. ഓക്കെ, മാത്യു ക്യാമറ ഓഫ് ചെയ്യല്ലടാ. ആദിത് എസ് ജോൺ, പ്ലീസ് റെസ്പോണ്ട്. അക്ഷയ് വി സാജൻ, മൈക്ക് വർക്ക് ആവില്ലേ? ഓക്കെ, മിസ് ഫസ്റ്റ് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് കാണിക്കാൻ പോവാ കേട്ടോ. Yes, you can start doing these questions. മാം, ആദ്യത്തെ 2 ക്വസ്റ്റ്യൻ അല്ലേ? ആദ്യത്തെ ലോസ് ഓഫ് റിഫ്രാക്ഷൻ എഴുതണം, പിന്നെ അത് വേറെ അബ്സല്യൂട്ട് റിഫ്രാക്ഷൻ. അത് സോൾവ് ചെയ്യും വേണം. രണ്ടാമത്തത് AB ചെയ്യാണ്ട്. വൈഷ്ണവേ, ചെയ്യാൻ തുടങ്ങല്ലേ? നിങ്ങൾ എഴുതി കംപ്ലീറ്റ് ആവണമെന്നില്ല, മിസ് വിളിക്കുമ്പോൾ ആൻസർ പറയണം കേട്ടോ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ് ദ ലോസ് ഓഫ് റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്. ലോസ് ഓഫ് റിഫ്രാക്ഷൻ സ്റ്റേറ്റ് ചെയ്യുക. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം 3 × 10⁻⁸ മീറ്റർ പെർ സെക്കൻഡ് ആണ്. അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എ മീഡിയം ഇസ് 1.4 × 10⁻⁸ മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഓക്കെ, സോറി, അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, മീഡിയത്തിന്റെ സ്പീഡ് തന്നിട്ടുണ്ട്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്താന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അതിനൊരു എക്സ്പ്രഷൻ ഉണ്ട്, ഒരു ഇക്വേഷൻ ഉണ്ട്, അത് പറയാം. പിന്നെ 2 മീഡിയത്തിന്റെ A ആൻഡ് B എന്ന് പറയുന്ന അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സസ് തന്നിട്ടുണ്ട്. 2ഉം 1.5ഉം ആണ്. മീഡിയം എന്റെ 2 ആണ്, മീഡിയം ബിന്റെ 1.5 ആണ്. സോ ബി എന്നുള്ള മീഡിയത്തിൽ 2 × 10⁻⁸ മീറ്റർ പെർ സെക്കൻഡ് ആണ് എന്തെന്നുള്ളത് അതിന്റെ സ്പീഡ് ഓഫ് ലൈറ്റ് എന്നുണ്ടെങ്കിൽ, വാക്വത്തിൽ അതിന്റെ സ്പീഡ് എന്തായിരിക്കും? മീഡിയം എയിൽ അതിന്റെ സ്പീഡ് എന്തായിരിക്കും?
അനക് ക്വസ്റ്റ്യൻ നമ്പർ 1 റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് രണ്ട് ലോസ് ഒന്ന് സ്റ്റേറ്റ് ചെയ്തേ. The incident ray, the normal and the refracted ray all lie on the same plane. ഓക്കെ. പിന്നെ the sign of ratio of angle of incidence to the sign of ratio of angle of refraction for the light of a given color or a given media. ഓക്കെ. Sin A by sin R is a constant. കറക്റ്റ് ആണോ അല്ലേന്ന് ഞാൻ പറയാം. യു ക്യാൻ ഡു ദ ക്വസ്റ്റ്യൻസ്. ഓക്കെ. മാത്യു ആ ലോ ഒന്ന് സ്റ്റേറ്റ് ചെയ്യാവോ? മാത്യു റിഫ്രാക്ഷന്റെ ലോസ് ഒന്ന് സ്റ്റേറ്റ് ചെയ്യാവോ? ഏത് ലോയാ മാത്യുക്ക് അറിയാം? ഫസ്റ്റ് ലോ ആണ് സെക്കൻഡ് ലോ ആണ് അറിയാം? ഫസ്റ്റ് ലോ മാത്രം അറിയാം. ഫസ്റ്റ് ലോ ഒന്ന് പറഞ്ഞ് ഞാൻ കേൾക്കട്ടെ. Incident ray, refracted ray, and normal lie on the same plane. ഓക്കെ. സെക്കൻഡ് ലോ ഞാൻ ഇവരടുത്ത് ചോദിച്ചു വരുമ്പോഴേക്കും മാത്യു ആലോചിച്ചെടുക്കണം കേട്ടോ. സെക്കൻഡ് ലോ മിസ് ചോദിച്ചു വരുമ്പോഴേക്കും മാത്യു ആലോചിച്ചെടുക്കണം. ഓക്കെ, പ്രോമിസ്? യെസ്. Yeah. മനവ് പറഞ്ഞേ റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റിന്റെ രണ്ട് ലോസ് പറഞ്ഞേ. 2 ലോ പറയണോ സെക്കൻഡ് ലോ മാത്രം പറഞ്ഞാൽ മതിയാണ്? സെക്കൻഡ് ലോ അറിയാം, ഫസ്റ്റ് ലോ അറിയില്ല? 2 അറിയാം. രണ്ടും പറ, ഞാൻ കേൾക്കട്ടെ. The incident ray, reflected ray, and the normal at the point of incidence will always be in the same plane. ഓക്കെ. സെക്കൻഡ് ലോ The ratio of the sine of the angle of incidence to the sine of the angle of refraction for the light of a given color for the given pair of media. ഓക്കെ. മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ എന്താ? SI യൂണിറ്റ് ആണോ? മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ പറഞ്ഞു. sin I divided by sin R is equal to n. നോക്കാം നമുക്ക് കറക്റ്റ് ആണോ. ആര്യം മൈക്ക് വർക്ക് ആവില്ലല്ലോ, ചാറ്റിലിടുന്ന കേട്ടോ ആൻസേഴ്സ്. ഇഷിത, വാട്ട് ഇസ് അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്? സെക്കൻഡ് ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറഞ്ഞ എ, അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഇഷിത, ഇഷിത, ആർ യു സ്പീക്കിംഗ്? അൺമ്യൂട്ട് യുവർ സൈഡ്. ഓക്കെ. Yes. ഇനി പറ. It's a refractive index of a medium. The respective vacuum is called absolute refractive index. എന്താ ഇക്വേഷൻ എന്താ വരാ? C by V. n is equal to c by v, അതാണ് വരാ. ഓക്കെ. നവാദ, ഫസ്റ്റ് ക്വസ്റ്റ്യനിലെ ബി പാർട്ട് ഇല്ലേ, അതായത് ബി അല്ല സെക്കൻഡ്, അത് കണ്ടുപിടിക്കാൻ ഏത് ഇക്വേഷൻ യൂസ് ചെയ്യാ? C by V. n is equal to c by v ആണ് യൂസ് ചെയ്യാന്ന് നവാദ് പറയുന്നത്. ഓക്കെ, അത് നിങ്ങളുടെ ഫ്രണ്ട്സിനുള്ള ഹിന്റ് ആണ് കേട്ടോ. നവാദ് തന്നത് n is equal to c by v യൂസ് ചെയ്യാൻ മതി. സി എന്താ അവിടെ? നവാദ്. C is 3 into 10 raised to 8. വിയോ 1.4 into 10 raised to 8. അപ്പൊ ആൻസർ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? 3 into 10 raised to 8 divided by 1.4 into 10 raised to 8. So it will be കിട്ടിയോ? 3 divided by 1.4. ആ, So I got the final answer as 2.1 meter per second. 2.1 Meter only, per 2.14. Yeah, 2.1 and meter per second. ആ, റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന്റെ ഒരു യൂണിറ്റ് ഇല്ല, വെറുതെ മീറ്റർ പെർ സെക്കൻഡ് ഇട്ട് കൊടുക്കണ്ട കേട്ടോ. Okay. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഇസ് എ യൂണിറ്റ്ലെസ് ക്വാണ്ടിറ്റി. ഓക്കെ. ഷെൻസ, ഞാൻ വിളി കേൾക്കില്ല, എന്നെ വിളിക്കണം, ഞാൻ വിളി കേൾക്കില്ല, കേൾക്കാത്ത പോലെ ഇരിക്കാം. ഷെൻസ, വോയിസ് കട്ടായി, ശ്രദ്ധിച്ചില്ല. ഞാൻ വെറുതെ പറഞ്ഞത്. റിഫ്രാക്ഷന്റെ ലോ സ്റ്റേറ്റ് ചെയ്തേ. റിഫ്രാക്ഷന്റെ ഏത് ലോയാ? രണ്ട് ലോ സ്റ്റേറ്റ് ചെയ്തേ. The angle of incidence, angle of refraction, and normal lies in the same plane. The refractive index and the sin I by sin R is equal to constant. ആ ലോക്ക് പറയുന്ന പേരെന്താ? Snell's law.
സരൂയ, സെക്കൻഡ് ക്വസ്റ്റ്യന്റെ ബി പാർട്ട് നമ്മൾ എങ്ങനെ സോൾവ് ചെയ്യും? സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണോ മാം? സെക്കൻഡ് ക്വസ്റ്റ്യന്റെ ബി പാർട്ട് നമ്മൾ എങ്ങനെ സോൾവ് ചെയ്യും? നമുക്ക് ആ അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന്റെ ഫോർമുല വെച്ചിട്ട് ചെയ്യാൻ പറ്റില്ല? ഇത് ഞാൻ അങ്ങോട്ട് ചോദിച്ച ചോദ്യമല്ലേ, എന്നോട് ഇങ്ങോട്ടാണോ ചോദിക്കുന്നത്? നീ എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് പറ. മാം വാക്വത്തിന്റെ കണ്ടുപിടിക്കാനായിട്ട് വാക്വവും എയറും ഒന്നല്ലേ? സെയിം. അപ്പം അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന്റെ വെച്ചിട്ട് വാക്വത്തിന്റെ കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെയാ? അപ്പൊ എന്തൊക്കെയാ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാ? അത് സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം ബൈ സ്പീഡ് ഓഫ് ലൈറ്റ്. അപ്പൊ സ്പീഡ് ഓഫ് ലൈറ്റ് ആൻഡ് വാക്വം ഇവിടെ തന്നിട്ടുണ്ടോ? തന്നിട്ടില്ല അല്ലേ? പക്ഷെ വാക്വത്തിന്റെ സ്പീഡ് ഓഫ് ലൈറ്റ് നമുക്ക് അറിയുന്നതല്ലേ? 1.333. സ്പീഡ് ഓഫ് വാക്വത്തിൽ സ്പീഡ് ഓഫ് ലൈറ്റാ, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അല്ല. സ്പീഡ് ഓഫ് ലൈറ്റ് ആണോ? ഇവിടെ രണ്ട് മീഡിയത്തിന്റെയും അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് തന്നിട്ടുണ്ട്, 2 1.5. ഓക്കെ, നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന എന്താ? സ്പീഡ് ഓഫ് ലൈറ്റ് ആണ് അല്ലേ? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് തന്നാ എങ്ങനെ സ്പീഡ് ഓഫ് ലൈറ്റ് കണ്ടുപിടിക്കും? n=c/v യൂസ് ചെയ്യണം. എന്നും തന്നിട്ടുണ്ട്, വിയും തന്നിട്ടുണ്ട്. സി എങ്ങനെ കണ്ടുപിടിക്കും? വി ഇൻറ്റു എൻ വരുമോ? എൻ ഇൻറ്റു വി. n ഇൻറ്റു വി വരും. അപ്പൊ എന്നിന്റെ വാല്യൂ എത്ര ഇവിടെ? ഫസ്റ്റ് മീഡിയത്തിന്റെ മീഡിയം 2.0. 2. അപ്പോ വിന്റെ വാല്യൂ എന്താ തന്നിരിക്കുന്നത്? 2 into 10⁻⁸ meter per second. അന്ന് കാൽക്കുലേറ്റ് ചെയ്ത്. കുഴപ്പമില്ല. ആർക്കെങ്കിലും ആൻസർ കിട്ടിയിട്ടുണ്ടോ? വൈഷ്ണവൻ ആൻസർ കിട്ടിയിട്ടുണ്ടോ? വൈഷ്ണവ് സ്പീക്ക് ചെയ്യുന്നുണ്ടോ? നിന്റെ മൈക്ക് കേൾക്കുന്നില്ലേ? അയ്യോ, നിന്നെ ഞാൻ അടിക്കുന്നെന്ന് വിചാരിച്ച നീ. ഓക്കെ, ഏതാ കഴിഞ്ഞ സെക്കൻഡിലെ ബി പാർട്ട് നമ്മൾ എങ്ങനെ ചെയ്യും? Absolute refractive index അതാണ്. നിനക്ക് കാണുന്നില്ലേ ക്വസ്റ്റ്യൻ? കണ്ണ് കാണുന്നില്ലേ? ഇനി എങ്ങനെ? കോൺസെൻട്രേഷൻ ഫുള്ള് ഇങ്ങോട്ടാ, അത് കഴിയണ്ടേ? ഇനി പറ. ഇതിലെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എ ഈക്വൽ ടു 2.0, പിന്നെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ബി 1.5. അപ്പം സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ മീഡിയം ബി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് മീഡിയം ബി തന്നിട്ടുണ്ട്, മീഡിയം 1 ആണ് എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. മീഡിയം 1. എ പാർട്ട് നീ വാക്വത്തിലുള്ള സ്പീഡ് ഓഫ് ലൈറ്റ് കണ്ടുപിടിക്കണം. ബി പാർട്ട് നീ മീഡിയം എയിലുള്ള സ്പീഡ് ഓഫ് ലൈറ്റ് കണ്ടുപിടിക്കണം. ബ്രാക്കറ്റിൽ നമ്മള് NA2 equals to 3 into 10⁸ by VA. മനസ്സിലാവുന്നില്ല വൈഷ്ണവ് എനിക്ക് നീ പറയുന്ന കേട്ടോ. ഞാൻ refractive index of A equals to C by n is equal to c/v. That is equation correct. ഓക്കെ, മീഡിയം ബിന്റെ ആണ് ഇവിടെ തന്നിരിക്കുന്നത്. മീഡിയം ബിന്റെ സ്പീഡ് ഓഫ് ലൈറ്റ് തന്നിരിക്കുന്നത്. അപ്പൊ യൂസ് ചെയ്യുന്ന റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മീഡിയം ബിന്റെ ആയിരിക്കണം. സരിയൊക്കെ മനസ്സിലായോ ഞാൻ പറഞ്ഞേ? മാം എനിക്കൊരു ഡൗട്ടാ ഉള്ളത്. ചോദിച്ചോ. മാം അപ്പോ അത് ഡിവൈഡ് അല്ലേ ചെയ്യണ്ടേ? 2 into 10⁻⁸ അങ്ങനെയല്ലേ വരിക? ഏതാ കണ്ടുപിടിക്കണ്ടേ? n is equal to c/v. അതിൽ ഏതാ കണ്ടുപിടിക്കണ്ടേ?
അല്ല സി ഈസ് ഈക്വൽ ടു എൻ ഇൻറ്റു ബി അങ്ങനെയല്ലേ വരിക? n into v. ഏത് അപ്പൊ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എടുക്കുക? ഫസ്റ്റിന്റെ ആണോ സെക്കൻഡിന്റെ ആണോ? ഫസ്റ്റ് 1.5. അല്ല 2.0 അല്ലേ? ഏത് മീഡിയത്തിന്റെ സ്പീഡ് ഓഫ് ലൈറ്റ് അവിടെ തന്നിരിക്കുന്നത് ക്വസ്റ്റ്യനില്? എ എന്റെ സ്പീഡ് ഓഫ് ലൈറ്റ് തന്നിരിക്കുന്നത്, ബിന്റെ സ്പീഡ് ഓഫ് ലൈറ്റ് അല്ല തന്നിരിക്കുന്നത്. ബി 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 അപ്പൊ ഏത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എടുക്കണം? രണ്ടാമത് കിടക്കുന്ന 1.5. 1.5 into 2 എത്രയാ? 3.0. 3.0. അപ്പൊ 3 into 10 raised to 8 meter per second. വാക്വത്തിന്റെ ആൻസർ കിട്ടിയോ? യെസ്. തന്മയ്, മീഡിയം 1ന്റെ എങ്ങനെ കണ്ടുപിടിക്കാം? Speed of ഉം. B is equal to C by N. C 3 by into, ഉം. 3 into 10 to the power of 8 by 2.0. 2.0. അപ്പൊ ആൻസർ എത്ര വരും? 3/2ന്റെ ആൻസർ എന്താ? 1.5 into 10 to the power of 8. 1.5 into 10 to the power of 8. Into 10 to the 1.5 കിട്ടിയ ആരെങ്കിലും വേറെ ഉണ്ടോ? ഉണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്തേ. ഇഷിതയ്ക്ക് എങ്ങനെ കിട്ടിയെന്ന് എക്സ്പ്ലെയിൻ ചെയ്തേ. ഇഷിത, പ്ലീസ് എക്സ്പ്ലെയിൻ. Speed of vacuum divided by the speed of light in medium എന്റെ B. ഈക്വൽ ടു സി ബൈ വി തന്നെയാണ് യൂസ് ചെയ്തത് അല്ലേ? അല്ലേ? എൻ എസ് ഈക്വൽ ടു സി ബൈ വി എന്നുള്ള ഇക്വേഷൻ തന്നെയല്ലേ യൂസ് ചെയ്തേ? Is my voice is cracking? Okay, fine. Yeah. ഇനി തേജസ്, അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്താന്ന് പറഞ്ഞേ? തേജസ്, യെസ്, അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്താന്ന് പറഞ്ഞേ? Absolute refractive index, the refractive index of a medium with respect to the vacuum. Respect to the vacuum. Okay. Adidev, first question completely ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തേ. ആദിദേവ്, മാത്യു, ആദിത്യ, ജോൺ ക്യാമറ ഓഫ് ആണ് കേട്ടോ. ആദിദേവ്. Yes, ma'am. First question. The incident ray, reflected ray, and normal all lies on the same plane. First law. And Okay. second law, the ratio of sine of incident ray, incident angle and reflected angle is a constant. Okay. Snell's law. ഇനി അതിലൊരു കാര്യം കൂടി ഇല്ല, എങ്ങനെ അടുത്ത Find the absolute refractive index of a medium which light travels with a speed of 1.4 into 10 to the meters. അപ്പോൾ ഇത് നമുക്ക് C by V യൂസ് ചെയ്യും. അപ്പോൾ 3 into 10 raised to 8 by 1.4 into 10 raised to 8. അപ്പൊ എന്ത്? അപ്പോൾ ഫൈനൽ വാല്യൂ 2.14 ms. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്. അഭിഷേകിന്റെ ആൻസർ ചാറ്റിൽ കാണാനല്ലോ. അഭിഷേകിന്റെ ആൻസർ, അഭിഷേകിന്റെ ആര്യന്റെ ഒന്നും ആൻസർ ചാറ്റിൽ കാണാനല്ലോ. ഓക്കെ. റിഹാൻ, റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് എന്ന് എല്ലാത്തിന്റെ ആൻസർ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ഒന്ന് പറഞ്ഞേ, ലോസ് ഓഫ് റിഫ്രാക്ഷൻ. റിഹാൻ.
റിഹാൻ പറയടാ. ഇല്ലടാ, വളരെ ഫീബിൾ ആയിട്ടാ കേൾക്കുന്നത്. ഓക്കെ. ഓക്കെ. ഫിദ, സെക്കൻഡ് ക്വസ്റ്റ്യന്റെ ആൻസർ ഒന്ന് പറഞ്ഞ ഫിദ ഫാത്തിമോ. Ma'am, 1.5 into 10 raised to 8. അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ. മാം അതാ പറഞ്ഞേ. ഒന്നുകൂടി കേട്ടില്ലടാ, ഒന്നുകൂടി പറ. 1.5 into 10 raised to 8. അല്ല, വാട്ട് ഈസ് മീൻ ബൈ അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്? ആ ക്വസ്റ്റ്യൻ കാണുന്നില്ല. അങ്ങനെ അങ്ങനെ തന്നെ. absolute refractive index of a medium is defined as ratio of the speed of light in a vacuum to the speed of light in a medium. ഓക്കെ. വാക്വത്തിന്റെ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുക? വാക്വത്തിന്റെ അല്ലെ n is equal to c by v. സി ബൈ വി ആണ് എക്സ്പ്രഷൻ. ഓക്കെ. അതില് എ കാണുന്നില്ല. വാക്വത്തിന്റെ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുന്നത് ഞാൻ ചോദിക്കണം. വാക്യത്തിന്റെ ഫോർമുല n is equal to സി ബൈ വി തന്നെയാണ്. ഞാൻ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പറയാനാ പറയുന്നത് കേട്ടോ. അങ്ങനെ. 1.5 into 2 into 10 raised to 8. അത് ചെയ്യുമ്പോ എന്ത് കിട്ടൂടാ? 3 into 10 raised to 8 meter per square. ബി ചെയ്യുമ്പോ എന്ത് കിട്ടും? ബി നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? c by വീണ്ടും സി ബൈ വി യൂസ് ചെയ്യും. 3 into 10 raised to 8 by 2.0. അത് ഇതാക്കുമ്പോ നമുക്ക് 1.5 into 10 raised അല്ല 10 raised to 8 കിട്ടും. ആൻഡ് മരിയ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ കംപ്ലീറ്റ്ലി എക്സ്പ്ലെയിൻ ചെയ്തേ. ആൻഡ് മരിയ. The incident ray and refractor ray and in order to the interface of two transparent media at the point of incidence, all lie in the same plane. The ratio sine of angle of incident to the sine of angle of refraction is constant. The sine constant. അടുത്തത് എങ്ങനെയാ? അത് മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ എങ്ങനെയാ? Sine incident ray by sine refracted ray is equal to constant. Okay. അടുത്ത പറയണോ? അതിൽ തന്നെ വേറെ ക്വസ്റ്റ്യൻ അല്ല, അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്ന ന്യൂമറിക്കല്? C is equal to 3 into 10 raised to 8 meter per second. And V is equal to 1.4 into 10 raised to 8. N is equal to C by V. N is equal to 3 into 8 raised to 10 raised to 8 by 1.4 into 10 raised to 8 is equal to 2.14. Okay. ആൻസർ എന്ത് കേട്ടോ? 2.14. ഓക്കെ. ഇനി മിസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവാണ്. 2 ലോസ് ആണ് ഉള്ളത്. അഭിഷേകിനോടും ആര്യൻ ചാഷിക്, നിങ്ങളടുത്ത് ഞാൻ ചാറ്റിൽ ആൻസർ ഇടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇതുവരെ ചാറ്റിൽ ആൻസർ വന്നിട്ടില്ല. ഓക്കെ, നിങ്ങളുടെ ചാറ്റ് വരുന്നില്ലെങ്കിൽ അത് പറയാട്ടോ. ഓക്കെ.
First, Sangeet also, please give me a response. Aditya Stone, Akshay V. Sajan. Please give me the response. Okay. Next, മിസ് പറയുന്നത് ശ്രദ്ധിച്ചേക്കുക. റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്. ഓക്കെ, റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റിന്റെ 2 ലോസ് ഉണ്ടായിരുന്നു. ഒന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇൻസിഡന്റ്, റിഫ്രാക്റ്റഡ്, നോർമൽ, ലൈൻ സെയിം പ്ലെയിൻ. രണ്ടാമത്തെ സ്നെൽസ് ലോ ആണ്, സൈൻ ഐ ബൈ സൈൻ ആർ ഇസ് ഇക്വൽ ടു കോൺസ്റ്റന്റ് എന്നാണ്. ഇനി അതിലുള്ള നിങ്ങൾ കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ n is equal to c by v ആണ്. സോ വാട്ട് വിൽ യു ഡു? സിന്റെ വാല്യൂ ഇവിടെ തന്നിട്ടുണ്ട് 3. 3 into 10 raised to 8 ആണ്. നിങ്ങൾ 3 into 10 raised to 8 എന്ന് എഴുതും. ഓക്കെ, 3 into 10 raised to 8 എന്ന് എഴുതും. അടുത്തത് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത് ഡിവൈഡഡ് ബൈ വിന്റെ വാല്യൂ 1.4 into 10 raised to 8 ആണ്. ഇത് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് 2.14 എന്നായിരിക്കും. റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന് യൂണിറ്റ് ഇല്ല, യൂണിറ്റ്ലെസ് ക്വാണ്ടിറ്റി ആണ് കേട്ടോ. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഒരു കോൺസ്റ്റന്റ് ആണല്ലോ. 3/1.4 ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2.14 എന്ന് കിട്ടും. ഓക്കെ, ഇതാണ് ആ മീഡിയത്തിന്റെ അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ക്ലിയർ? ഇനി explain the term absolute refractive index, the refractive index of a medium with respect to vacuum or air. Expression n is equal to c by v. Absolute refractive indexes of two media A and B are 2 and 1.5 respectively. Speed of light in medium B is 2 into 10 raised to 8 meter per second. Calculate the speed of light in vacuum. ആദ്യം നിങ്ങൾക്ക് തന്നിരിക്കുന്നത് എന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 2ഉം ബിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.5 ആ. പക്ഷെ സ്പീഡ് തന്നിരിക്കുന്ന ബിന്റെ ആണ്. നമ്മുടെ ഇക്വേഷൻ n is equal to c by v ആണ്. ഓക്കെ, n c by v ആണ്. പക്ഷെ നിങ്ങൾക്ക് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് c ആണ്. അപ്പൊ ഈ ഇക്വേഷൻ റീഅറേഞ്ച് ചെയ്യാം. ഫസ്റ്റ് വാക്വത്തിന്റെ ആണല്ലോ c. സോ n ഇൻറ്റു v ആണ് വരിക. ഓക്കെ, n ഇൻറ്റു v. n എത്രയാ? സെക്കൻഡ് മിനിറ്റിന്റെ സ്പീഡ് അവിടെ തന്നിരിക്കുന്നത് n 1.5 ആണ്. അപ്പോ 1.5 ഇൻറ്റു 2 ഇൻറ്റു 10 raised to 8 എന്ന് വരും. സോ 1.5, അത് 1.5ന്റെ ഡബിൾ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, അത് 3 ആണെന്നുള്ളതാണ്. സോ 3 ഇൻറ്റു 10 raised to 8 എന്നുള്ളതായിരിക്കും നിങ്ങളുടെ ആൻസർ അവിടെ വരുന്നുണ്ടാവുക. വാക്വത്തിൻ്റെത് 3 ഇൻറ്റു 10 raised to 8 വരും. ഓക്കെ, അപ് ടു ദാസ് എല്ലാവർക്കും ക്ലിയർ ആണെന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നു. ആർക്കെങ്കിലും ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യാൻ ഡൗട്ട് ചോദിക്കാം. ആൻഡ് യൂണിറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. മീറ്റർ പെർ സെക്കൻഡ് കൊടുക്കണം. ഇത് വെലോസിറ്റി ആണ്, സ്പീഡ് ഓഫ് ലൈറ്റ് ആണ്. അപ്പൊ മീറ്റർ പെർ സെക്കൻഡ് കൊടുക്കണം. ഓക്കെ, ഇനി മീഡിയം വേണ്ടത് എഗെയിൻ നമ്മൾ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ n is equal to c by v ആണ്. c നമ്മൾ കണ്ടുപിടിച്ചു, n നമുക്ക് അറിയാവുന്നതുമാണ്. ഓക്കെ, മീഡിയം എന്റെ സ്പീഡ് ഓഫ് ലൈറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇവിടെ നമുക്ക് v ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ v is equal to c by n എന്ന് റീഅറേഞ്ച് ചെയ്താൽ വരും. c ഡിവൈഡഡ് ബൈ n എന്ന് വരും. ഓക്കെ, സിന്റെ വാല്യൂ 3 ഇൻറ്റു 10 raised to 8 കൊടുക്കുക. എന്നിന്റെ വാല്യൂ നിങ്ങൾ 2 എന്ന് കൊടുക്കുക. സോറി, എന്നിന്റെ വാല്യൂ നിങ്ങൾ 2 എന്ന് കൊടുക്കുക. കാരണം മീഡിയം 1ൻ്റെത് 2 ആണല്ലോ, മീഡിയം 1ൻ്റെ അല്ലേ കണ്ടുപിടിക്കുന്നത് 2. അപ്പൊ 3 ഡിവൈഡ് ബൈ 2 എന്ന് പറയുമ്പോൾ 1.5. 1.5 ഇൻറ്റു 10 raised to 8 മീറ്റർ പെർ സെക്കൻഡ് എന്ന് വരും. ക്ലിയർ ആണല്ലോ? ക്ലിയർ ഫോർ എവ്രി വൺ? ഓക്കെ, യെസ്. മാം എനിക്ക് ചാറ്റ് ഇപ്പൊ ഓപ്പൺ ആക്കാൻ പറ്റുന്നില്ല. ചാറ്റ് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല ഇപ്പൊ. ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ലേ? ഇല്ല, മൈക്ക് വർക്ക് ആവുന്നുണ്ടല്ലോ, അപ്പൊ ചാറ്റിന്റെ ആവശ്യമില്ല. മൈക്ക് വർക്കാത്ത പറയുന്നത് കേട്ടോ. ഏതാടാ റിപ്പീറ്റ് ചെയ്യേണ്ടത് ആദിദേവേ? ഏത് സ്പെസിഫിക് ക്വസ്റ്റൻ ആണെന്ന് പറയൂടാ. സെക്കൻഡ് ബി മിസ് ഒന്നുകൊണ്ട് ഇവിടെ എഴുതി കാണിക്കാം. ഓക്കെ, നമുക്ക് സെക്കൻഡില് ബിയിലെ സെക്കൻഡ് അല്ലേ വാക്വം, മനസ്സിലായില്ലേ? വാക്വം മീഡിയം ആണ്, രണ്ടും വേണം. ഓക്കെ, മനസ്സിലായടാ. ഓക്കെ, മിസ് എഴുതുന്നുണ്ട് കേട്ടോ. വാക്വത്തിന്റെ മിസ് ഒരു മിനിറ്റ് മിസ്, ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഞാനൊരു സ്ലൈഡ് ഓപ്പൺ ചെയ്യാം. അതായിരിക്കും സ്പേസ് ഉണ്ടാവില്ല എനിക്ക് എഴുതാൻ. ഈ ക്വസ്റ്റ്യൻ കൺട്രോൾ ഈ ക്വസ്റ്റ്യൻ ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്തിട്ടോ.
ഐ ഹോപ്പ് ദറ്റ് ക്വസ്റ്റ്യൻ കുറച്ച് ചെറുതാണ്, വിസിബിൾ ആണെന്ന് വിചാരിക്കണം. നമുക്ക് തന്നിരിക്കുന്നത് മീഡിയം 1ന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 2ഉം മീഡിയം 2ന്റെ 1.5 ആണ്. അപ്പൊ മിസ് മീഡിയം 1ന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 2, മീഡിയം 2 എലോങ് വിത്ത് തന്നിരിക്കുന്നത് മീഡിയം 2ന്റെ സ്പീഡാണ്. ഫസ്റ്റ് ഇക്വേഷൻ അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആകുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ n is equal to c/v. C is the letter you represent for the speed of light in vacuum. So for the first case, you want to find out the speed of light in vacuum. Okay? C ആണ് ക്വസ്റ്റ്യൻ നമ്പർ ബിയിലുള്ള ഫസ്റ്റ് പാർട്ടിൽ കണ്ടുപിടിക്കേണ്ട C ആണ്. C കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ഈ ഇക്വേഷൻ റീഅറേഞ്ച് ചെയ്യണം. വിനെ നമ്മൾ ഇങ്ങോട്ട് എടുക്കണം. സോ ഇവിടെ ഡിവൈഡഡ് ബൈ വി ഈ സൈഡിലോട്ട് പോകുമ്പോൾ n ഇൻറ്റു വി ആയിട്ട് മാറും. ഓക്കെ, n ഇൻറ്റു വി. വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമുക്ക് മീഡിയം 2ന്റെ വെച്ചിട്ടാണ് കണ്ടുപിടിക്കേണ്ടത്. മീഡിയം 2ന്റെ സ്പീഡ് ഓഫ് ലൈറ്റ് 2 × 10⁻⁴ m/s തന്നിട്ടുണ്ട്. മീഡിയം 2ന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.5 ആണ്. സോ 1.5 ഇൻറ്റു 2 × 10⁻⁸. Okay, I hope that you are getting this. 1.5 × 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ആണ്. 3 × 10⁸ m/s. Why 1.5? Because refractive index of medium 2 is 1.5. n of medium 2. Because medium 2ന്റെ സ്പീഡേ നമുക്ക് അവിടെ തന്നിട്ടുള്ളൂ. നമ്മൾ യൂസ് ചെയ്യുന്നത് മീഡിയം 2ന്റെ സ്പീഡ് ഓഫ് ലൈറ്റും വാക്വം ആണ്. വാക്വത്തിൽ കണ്ടുപിടിക്കാൻ യൂസ് ചെയ്യുന്നത് മീഡിയം 2ന്റെ സ്പീഡ് ഓഫ് ലൈറ്റാണ്. ക്ലിയർ ആയോ? അതുകൊണ്ടാണ് മീഡിയം 2ന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എടുത്തത്. ഓക്കെ, 10⁸ m/s. ഓക്കെ, ആദ്യത്തെ ഇത് ക്ലിയർ അല്ലേടാ? ഇപ്പൊ ക്ലിയർ അല്ലേ? എ പാർട്ട് അതിൽ 1 ക്ലിയർ ആണ്. ഐ ഹോപ്പ് സോ. ഇനി തേജസ് ആയിരുന്നല്ലേ രണ്ടാമത്തേത് ചോദിച്ചിട്ടുണ്ടായിരുന്നത്? ഓക്കെ, ക്ലിയർ ആത്തവർ ശ്രദ്ധിക്കണം കേട്ടോ. ഇനി അടുത്തതും നിങ്ങൾ യൂസ് ചെയ്യേണ്ട സെയിം ഇക്വേഷൻ ആണ്. n is equal to c/v തന്നെയാണ് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്. സി നിങ്ങൾ ഓൾറെഡി ഇപ്പൊ ഫസ്റ്റ് പാർട്ടിൽ കണ്ടുപിടിച്ചില്ലേടാ? ഇതാണ് സിന്റെ വാല്യൂ. ഇനി കണ്ടുപിടിക്കേണ്ട ആരുടേതാണ് സ്പീഡ് ഓഫ് ലൈറ്റ്? മീഡിയം എൻ്റെയാണ്. മീഡിയം എന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 2 is equal to c തന്നിട്ടുണ്ട് 3 × 10⁸ ഡിവൈഡഡ് ബൈ വി. വി ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ മീഡിയം എന്റേത് വി ആണ് കണ്ടുപിടിക്കേണ്ടത്. വി ഇങ്ങോട്ട് പോവും, 2 ഇങ്ങോട്ട് വരും. റീഅറേഞ്ച്മെന്റ് ആണ് കേട്ടോ, ഇതൊക്കെ അൾജിബ്ര ആണ്. സോ നിങ്ങൾ എന്ത് ചെയ്യണം? വി is equal to 3 × 8 ഡിവൈഡഡ് ബൈ 2 കൊടുക്കണം. ഓക്കെ, 10⁸/2. 3/2 നമുക്കറിയാം 1.5 ആണ്. സോ 1.5 × 10⁸ m/s. ഞാൻ 10⁸ നമ്മൾ എഴുതുന്നുണ്ട് കേട്ടോ. m/s ഏതാണ് ഗ്യാപ്പ്? അടിയിലേ ഉള്ളൂ. ക്ലിയർ? ഇപ്പൊ ക്ലിയർ ആയോ? തേജസിന് ക്ലിയർ ആയോ? ആദിദേവിന് ക്ലിയർ ആയോ? ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻസ് ചെക്ക് ചെയ്യാൻ പോവാണ് കേട്ടോ. ചെയ്തോ എല്ലാവരും? 3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. സ്റ്റാർട്ട് ചെയ്തോ കേട്ടോ. ഡയഗ്രം വരച്ചിട്ട് എല്ലാവരും എനിക്ക് കാണിക്കണേ. മൈക്ക് വർക്കാത്തവരോട് വീണ്ടും പറയുന്നു, നിങ്ങൾ ചാറ്റിൽ ആൻസർ ഇട്ട് തുടങ്ങൂ, എഴുതാതെ. ഏതെങ്കിലും ക്വസ്റ്റ്യൻ മനസ്സിലാകത്തുണ്ടോ ചോദിക്കൂ കേട്ടോ. മൂന്ന് ക്വസ്റ്റ്യൻസ് കാണുന്നുണ്ട്, അതതുപോലെ ചെയ്യാം.
മാനവ്, ഓക്കെ, യു ക്യാൻ ഗോ ആൻഡ് കം. തേജസ്, ആര്യൻ, നിങ്ങളുടെയൊക്കെ ക്യാമറ ഓഫ് ആണ് കേട്ടോ. നവജോതെ, ക്യാൻ യു ഹിയർ മീ? നവജോത്, Yes, ma'am. എടാ, ഇതില് 6th വേർഡിന്റെ ആൻസർ പറഞ്ഞേ. റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. Relative refractive index, it is it is a refractive index in which one medium is respect to the another is called a relative refractive index. ഓക്കെ, മാത്യു. Matthew, can you explain the 6th question, please? 6th one. One medium to another. Refractive index of one medium to another. Oh, ആ റേ ഡയഗ്രം ഒന്ന് വരച്ച് കാണിക്കാവോ? റിഫ്രാക്ഷന്റെ refraction. ഫസ്റ്റ് 4th ക്വസ്റ്റ്യൻ്റെ കേട്ടോ. Hmm. Sangeeth, are you there? Sangeeth, are you there? Akshay. Adit. Sadika, 4th വണ്ണിന്റെ ആൻസർ പറഞ്ഞേ. സാദിക, വാട്ട് ഇസ് മെൻ ബൈ റിഫ്രാക്ഷൻ? Hello, madam. Sadika പറഞ്ഞേ. Sangeeth, then put your answer in the chat. What is meant by refraction of light? Refraction is which the bending of light when it's passed through a medium Medium, from one medium to another medium. Okay, Snell's law ന്റെ mathematical expression എന്താ? Sin I divided by sin R equals n, which is constant. Akshay, get up, wash your face and come, okay? My mom will get up. Okay? Akshay, are you okay? Tired ആണോ? വയ്യാണ്ടിരിക്കണോ? ഓക്കെ, എന്നാവിടെ? Madam, ഓക്കെ, വെള്ളം എന്തെങ്കിലും കുടിക്കണോ ഇപ്പോ? അറിയോ? ഓക്കെ, ജസ്റ്റ് എ മൊമെന്റ് ഡിയർ. ഒന്ന് പോയിട്ട് വന്നോ കേട്ടോ. ഓക്കെ, സാധിക്ക പറഞ്ഞോ. madam, ഞാൻ എന്തായിരുന്നു അല്ല ചോദിച്ചത് എന്തായിരുന്നു മറന്നതല്ലേ? ജെല്ലോ. ഓക്കെ, അതിന്റെ ഇക്വേഷൻ പറഞ്ഞില്ലേ നീ? ഞാൻ മുഖം കഴുകിക്കോട്ടെ പോയി. ഓക്കെ, അത് ചോദിക്കാൻ വേണ്ടിയായിരുന്നു, സോറി മറന്നു. എല്ലാം മറക്കണല്ലോ. ഓക്കെ, അക്ഷയ്, റിഫ്രാക്ഷൻ എന്താന്ന് പറയാൻ പറ്റുമോ? അറിയോ? ഓക്കെ, Refraction as in the bending of light when it passes through a denser medium from a rarer medium. ഓക്കെ, ഫൈൻ അല്ലേടാ? ആർ യു ഏബിൾ ടു സിറ്റ് ഫോർ ദ ക്ലാസ്? Fine. ഓക്കെ, ഇഫ് യു വാണ്ട് ടു ടേൺ ഓഫ് യുവർ ക്യാമറ ഇറ്റ്സ് ഫൈൻ. കിടക്കണമെങ്കിൽ ഒന്ന് കിടന്നു കേട്ടോ. ഓക്കെ, തേജസ് എവിടെ പോയി? തേജസിനെ ഇടയ്ക്കിടെ കാണാണ്ടാവും. തേജസ് ഇടയ്ക്കിടെ ക്യാമറ ഓഫ് ചെയ്യുന്നു. എന്താ പരിപാടി? ക്ലാസ്സിലേക്ക്. തേജസ്, ഇതിലെ 5th ക്വസ്റ്റ്യൻ ആൻസർ പറഞ്ഞേ. 5th question അല്ല. അടുത്ത് തന്മയാണ് കേട്ടോ. 5th ക്വസ്റ്റ്യൻ ആൻസർ പറയട്ടെ. പറഞ്ഞോടാ. എന്ത് നല്ല കുട്ടി, എന്നോട് ചോദിച്ചിട്ട് എന്ത് ചെയ്യും? പറഞ്ഞോടാ. കേക്കുന്നില്ലടാ, പറ അങ്ങോട്ട്. കേക്കുന്നുണ്ടോ മാം? ഇപ്പൊ കേക്കുന്നുണ്ട്, പറ. കേക്കുന്നുണ്ടോ? ഉണ്ടടാ, പറ. ആൽക്കഹോൾ മാം.
എന്തുകൊണ്ട്? വാട്ട്സ് ദ റീസൺ? Because it has higher refractive index, which causes the light to slow down. Tanmay, what's your answer for the fifth one? Correct ആണത്. കറക്റ്റ് ആണോ അല്ലേ? നീ പറയാം. Optical density. ഫിഫ്ത്ത് വണ്ണ്. A medium with higher refractive index is optically denser because light travels slower through it. So alcohol is more it's more denser than water. അപ്പൊ ഏതിനാ ഏറ്റവും കൂടുതൽ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി? Alcohol optically denser. ആൽക്കഹോളിനാണെന്നാണ് തന്മയ് പറയുന്നത്. ഓക്കെ, വൈഷ്ണവ് ഫോർത്ത് വണ്ണ് പറഞ്ഞേ. ഫോർത്ത് വണ്ണ് ആര്യന്റെ ആൻസർ ചാറ്റ് കിട്ടിയിട്ടില്ല, സംഗീതത്തിന്റെയും കിട്ടിയിട്ടില്ല. ഓക്കെ, അഭിഷേക് ഫോർത്തിന്റെയും ഫിഫ്തിന്റെ ഒക്കെ ആൻസർ ഇടുക കേട്ടോ. വൈഷ്ണവ് ഫോർത്തിന്റെ പറഞ്ഞേ. Refraction of light negative. എന്താ പറ? വാട്ട് ഇസ് മെന്റ് ബൈ റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്? Refraction of light is the bending of light when it passes obliquely from one transparent medium to another due to change in speed. Okay. Then Snell's law. Snell's law, for a given pair of media, the ratio of the sine of the angle of incidence to the sine of angle of refraction is a constant. Mathematical representation. Sine to n. Fida Fatima, sixth question answer പറഞ്ഞേ. Sixth one. Fida Fatima, sixth question answer പറഞ്ഞടാ. Relative index അല്ലേ? റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്താന്ന് പറഞ്ഞേ? Sorry. The refractive index of one medium with respect to another is called relative refractive index. Okay, let's see. Now, Navade, fifth question answer പറഞ്ഞേ. The alcohol is more denser than water. What's the reason? Because it is optical tensor is inversely proportional to the speed of light. So the speed of light will slow down when there is optical tensor is more. So alcohol is more denser. ആദിദേവ്, സിക്സ്ത് ക്വസ്റ്റ്യൻ ആൻസർ പറഞ്ഞേ. അടുത്ത സരോയ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ പറയാം കേട്ടോ. ആദിദേവ് സിക്സ്ത് ക്വസ്റ്റ്യൻ ആൻസർ പറഞ്ഞേ. സിക്സ്ത് വൺ. Relative refractive index, which two mediums other than vacuum or air with respect of each other. സരോയ ഫസ്റ്റ് വണ്ണിന്റെ. മാം, റേ ഡയഗ്രാം വരച്ചത് കാണിക്കണോ? കാണിക്കൂ. എല്ലാരും റേ ഡയഗ്രാം വരച്ച് കാണിച്ചേ. എല്ലാരും ക്യാമറ വർക്ക് ആവുന്ന എല്ലാരും റേ ഡയഗ്രാം വരച്ച് കാണിക്കൂ. ഓക്കെ ആദിദേ, വെരി ഗുഡ്. ബാക്കിയുള്ളതൊക്കെ എവിടെ? അനകിന്റെ ഒക്കെ റേ ഡയഗ്രാം എവിടെ? ആര്യന്റെ എവിടെ? സാദിക്ക, വെരി ഗുഡ്. തന്മയ്, വെരി ഗുഡ്. നവാദ്, വെരി ഗുഡ്. ആര്യൻ, വെരി ഗുഡ്. ഇഷിത, വെരി ഗുഡ്. തേജസ്, മാനവ്, മാത്യു. അനക്കിന്റെ റേ ഡയഗ്രാം എവിടെ? അനക്ക് ഒന്നുകൂടി കാണിക്കാം. അവിടെ കാണുന്നില്ല, നീ ആ സൈഡിലോട്ട് കൊണ്ടുവച്ചിരിക്കും. ഓക്കെ, ഗുഡ്. ഓക്കെ സരോയ, ഗുഡ്. മാത്യു, മാനവൻ, തേജസ്, നിങ്ങളുടെ കൂടി കാണാനുണ്ട് റേ ഡയഗ്രാം. മാത്യു ബ്ലർ മാറ്റാൻ പറ്റുമോ? മാത്യു
Okay, Rehan, fine. You can go. Okay, good, Matthew, good. Okay. തേജസിന്റെ റേ ഡയഗ്രം എവിടെ? മാനവിന്റെ റേ ഡയഗ്രം എവിടെ? എനിക്ക് സരുവെ എക്സ്പ്ലെയിൻ ചെയ്ത് അവർ കാണിക്കും. മാം ആ ലോസ് അല്ലേ മാം? ആ സ്നെൽസ് ലോ ആ അതെന്ന് പറയുമ്പോൾ വാട്ട് ഇസ് മെൻ ബൈ റിഫ്രാക്ഷൻ എന്നുണ്ടല്ലോ. മീൻ ബൈ റിഫ്രാക്ഷൻ ആ, അതും കാണുന്നില്ലേ വാട്ട് ഇസ് മെൻ ബൈ റിഫ്രാക്ഷൻ? റിഫ്രാക്ഷൻ അതിനൂടെ എഴുതി അതാ കിടക്കും. When a ray of light entering obliquely from one transparent medium to another, its path undergoes a deviation at the surface of separation. It is known as refraction. സ്നെൽസ് ലോ. The ratio of the sine of the angle of incident to the sine of the angle of refraction is a constant for a given pair of media and a given color of light. Sin I by sin R is equal to n. That is constant. ആൻ മരിയ. Then it then ഓക്കെ ഫൈൻ എക്സ്പ്ലെയിൻ ചെയ്തോ. ആൻ മരിയ, can you hear me? Yes. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ ആൻസർ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തേ. Alcohol is optically denser than water. Alcohol has a higher refractive index than water. A medium with a higher refractive index is optically denser because light travels more slowly. ഓക്കെ. അനക് സിക്സ്ത് വൺ. അനക് സിക്സ്ത് വൺ. Refractive index in respect of another medium is known as relative refractive index. അനക് തേജസ് ആൻഡ് മാനവ് ഫസ്റ്റ് വൺ എക്സ്പ്ലെയിൻ ചെയ്ത് ഫോർത്ത് വൺ എക്സ്പ്ലെയിൻ ചെയ്തേ മാനവ്. വാട്ട് ഇസ് മെൻ ബൈ റിഫ്രാക്ഷൻ? What is meant by refraction? ഓക്കെ തേജസ്. ആദിദേവ് ഉറങ്ങിപ്പോയോ? ആദിദേവേ ഉറങ്ങുവാണോടാ? പറഞ്ഞോടാ. When a ray light entering obliquely from one transparent medium to another medium, its path undergoes deviation at the surface of separation, refraction. ഓക്കെ. നെക്സ്റ്റ് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് കാണിക്കാൻ പോവാണ്. എന്തായിരുന്നു? റിഫ്രാക്ഷൻ ആയിരുന്നു. ബെൻഡിങ് ഓഫ് ലൈറ്റ് വെൻ ട്രാവൽസ് ഫ്രം വൺ മീഡിയം ടു അനദർ മീഡിയം. Ratio of sine of angle of incidence divided by sine of angle of refraction is equal to a constant. Sin A by sin R is equal to n. ഇനി ഏറ്റവും കൂടുതൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഇവിടെ ആൽക്കഹോളിന് തന്നെയാണ്. അതുകൊണ്ടാണ് ആൽക്കഹോളാണ് ഏറ്റവും ഒപ്റ്റിക്കലി ഡെൻസർ ആയിട്ട് വരുന്നത്. റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എ വൺ മീഡിയം വിത്ത് റെസ്പെക്ട് ടു അനദർ മീഡിയം റാദർ ദാൻ ദ എയർ. ഓക്കെ, ഇനി ചെയ്തോളൂ. എല്ലാരും ചെയ്യാട്ടോ. ഒരുപാട് പേരുടെ ക്യാമറ ഓഫാണ്. മിസ് വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നു. പ്ലീസ് ടേൺ ഓൺ യുവർ ക്യാമറ. നവജോത് നന്നായിട്ട് റെസ്റ്റ് എടുക്കുക കേട്ടോ. വെള്ളമൊക്കെ കുടിക്കുക. അക്ഷയ് ഓൾസോ നന്നായിട്ട് റെസ്റ്റ് എടുക്കുക. ഞാൻ ആക്ച്വലി ഇപ്പൊ നല്ല പനിയിലാണ്. പാരസെറ്റമോൾ കുടിച്ചിട്ടാണ് നിങ്ങളുടെ ക്ലാസ്സിൽ ജോയിൻ ആയത്. I planned a game to play, but unfortunately ഗെയിം എടുക്കുന്നതിനിടെ ഞാൻ പറഞ്ഞോണ്ടിരിക്കും. അതുകൊണ്ട് വേണ്ടാന്ന് വെച്ചതാ. ഓക്കെ. അഭിഷേക്, ആര്യൻ ഒക്കെ ചാറ്റിൽ ആൻസർ ഇടാം കേട്ടോ. നവജോതനും അക്ഷയ്ക്കും ചാറ്റിൽ ആൻസർ ഇടാൻ പറ്റുമെങ്കിൽ ഇടാം. തേജസേ ക്യാമറ ഓൺ ചെയ്തിരുന്നടാ. ആദിദേവേ
ഇഷിത, what is optical density? Eighth one in answer പറഞ്ഞേ. Is the ability of a medium to refract light. Ability of a medium to refract light. Let's see. Rehan, are you back? Yes, ma'am. Optical density പറയാവോടാ? Optical density is a measure that shows how a medium influences the speed of light passing through it. Okay. നവജോതൻ optical density എന്താന്ന് പറയാൻ പറ്റുമോ? ഞാൻ ചാറ്റ് ബോക്സിൽ ഇടായിരുന്നു. ഓക്കെ, ഇട്ടോ. നവാദെ, 7th question നമ്മൾ എങ്ങനെ ചെയ്യും? N is equal to C by V. So എന്നിട്ട് എന്ത് ചെയ്യും? 2 into 10 Substitution പറഞ്ഞു. by 3 into 10 raised to 8. So 1.5. 1.5 എന്നിട്ട്. അനക്, 7th question നമ്മൾ എങ്ങനെ ചെയ്യും? മാം ഞാൻ N21 എടുത്തത്. അപ്പോൾ 2 into 10 raised to 8 by 3 into 10 raised to 8. അപ്പൊ എനിക്ക് 0.66 കിട്ടും. നമ്മളോട് എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നേ? Refractive മീഡിയത്തിന്റെ index. കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നേ? ഗ്ലാസ് സ്ലാബിന്റെ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഗ്ലാസ് സ്ലാബ് ഫസ്റ്റ് മീഡിയ ആണോ സെക്കൻഡ് മീഡിയ ആണോ? Second medium. സെക്കൻഡ് മീഡിയം. N21 എന്ന് പറഞ്ഞാൽ V2/V1 ആണോ V1 by V2 ആണോ? V1 by V. Second medium first by N1 by. N21 അല്ലേ പറഞ്ഞത്? സെക്കൻഡ് മീഡിയത്തിന് കണ്ടുപിടിക്കുമ്പോ അത് V1 by V2 എന്നാണ് അനക് പറഞ്ഞത് അല്ലേ? N21ന്റെ ഇക്വേഷൻ V1 ഇവിടെ എന്താ? V1 ഇവിടെ 2 into 10 raised to 8 അല്ലേ? മീഡിയം 2 ആണ് ഗ്ലാസ്, മീഡിയം 1 എയർ. അപ്പൊ ഏതാ? 3 into 10 raised to 8. ഇനി ചെയ്തോട്ടോ. ഓക്കെ മാം. അപ്പൊ 1.5 അല്ലേ ഇട്ട? അതെടാ, വെരി ഗുഡ്. മാനവ്, വാട്ട് ഇസ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി? No, ma'am. Optical density. Optical density. Optical den- നവജോത്, is I a had said, measure okay, അഭിഷേകിനെ that shows- Optical density is a measure that shows how a medium influences the speed of light. സാധിക്ക, എന്താ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി? സാധിക്ക, Yes, madam. എന്താ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി? Measure that shows how a medium influences the speed of light passing through through a medium. നോക്കാം നമുക്ക്. ആദിദേവേ, 7th question നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? Ma'am, 7th one. ഏത് ഇക്വേഷൻ? ഞാൻ 3 into 10 raised to 8 by 2 into 10 raised to 8 ആണ്. അപ്പൊ എന്ത് വരും ആൻസർ? 1.5. 1.5 വരും. നോക്കാം. വൈഷ്ണവേ, എന്താ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി? Optical density is a property of a medium that determines the speed of light. മാത്യു, നമുക്ക് 7th question എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് ട്രൈ ചെയ്ത് നോക്കിയേ. 7th question. Refractive index of glass is present in speed of light in air. Yeah. എയർ, പിന്നെ എന്ത് ചെയ്യണം? By speed of light in glass. വെരി ഗുഡ്. അപ്പൊ ഏതൊക്കെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? 3 into 10 raised to 8 by 2 into 10 raised to 8, which is 1.5. Yeah. തന്മയ്, എന്താ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി?
optical density, a medium which has high refractive index said to be optically denser. ഫിദ ഫാത്തിമ സെവൻത് വൺ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത്. സെറോയുടെ ആൻസർ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. എന്താ മാം? സർ ഫിദ ഫാത്തിമനോട് എക്സ്പ്ലെയിൻ ചെയ്യാം. സെറോയുടെ ആൻസർ ഞാൻ കണ്ടിട്ടുണ്ട് ചാറ്റില്. ആ ഓക്കെ ഓക്കെ, കണ്ടിട്ടില്ല എന്നാ കേട്ടെ. കണ്ടിട്ടുണ്ട്. ഫിദ ഫാത്തിമ സെവൻത് വൺ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യൂ. ഫിദ സോറി മാം, ഇത്രയും നേരം നെറ്റ് സ്ലോ ആയതുകൊണ്ട് മൈക്ക് ഓൺ ആക്കിയിട്ട് ഓൺ പറഞ്ഞു പറഞ്ഞു. മാം, നമുക്കിതിനകത്ത് റിഫ്ലാക്റ്റീവ് ഇൻഡെക്സ് ആണ് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ C is equal to 3 into 10 raised to 8. And other speed of light in air. And the speed of light in glass lab, VA 2 into 10 raised to 8. മാം, ഞാനത് ഇക്വേഷൻ വരെ എഴുതി വെച്ചോളൂ, ആൻസർ കണ്ടു. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയേ എന്താ വരിക. ഞാൻ നിൽക്കും മാം, ഒരു മിനിറ്റ്. ആൻമരിയ, what is optical density? It is a measure that shows how a medium influences the speed of light passing through it. പറഞ്ഞോ. N is equal to 1.5. 1.5 ആണ് ആൻസർ കിട്ടിയേ. ആണ്. ഓക്കെ, നമുക്ക് റൈറ്റ് ആണോ റോങ് ആണോ എന്ന് മാം ഇപ്പൊ പറയാട്ടോ. ഓക്കെ. So basically ഫസ്റ്റ് വണ് കാൽക്കുലേറ്റ് ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് മെറ്റീരിയൽ ഓഫ് ഗ്ലാസ് ലാബ്. നമ്മൾ ക്ലാസ് ചെയ്ത അതേ ക്വസ്റ്റൻ ആയിരുന്നു. 3 into 10 raised to 8 divided by 2 into 10 raised to 8 ചെയ്യുക. 10 raised to 8 10 raised to 8 ക്യാൻസൽ ആവും. 3/2 1.5 കിട്ടും. What is meant by optical density? It is the measure of a quantity that influences speed of light in a medium. അല്ലെങ്കിൽ എത്രത്തോളം എബിലിറ്റി ടു റിഫ്രാക്ട് എന്ന് വേണമെങ്കിൽ പറയാം. എത്രത്തോളം ലൈറ്റിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് മെയിൻ ആയിട്ട്. എബിലിറ്റി ടു റിഫ്രാക്ടിനേക്കാൾ കൂടുതൽ ലൈറ്റിനെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള ഒരു മീഡിയത്തിന്റെ എബിലിറ്റിയാണ് നമ്മൾ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ല? ഇനി നമുക്ക് വർക്കൗട്ട് സെഷൻ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. ഐ നീഡ് a honest feedback of some of yours from your side. ആരും ലീവ് ചെയ്യരുത്. വർക്കൗട്ട് എങ്ങനെയുണ്ടായിരുന്നു എന്നുള്ളതൊന്ന് പറയാം. സെറോയ, വാട്ട് യു ഫെൽറ്റ് അബൌട്ട് ദ വർക്കൗട്ട് സെഷൻ? ഇഷ്ടപ്പെട്ടു മാം. എനിക്ക് അത് കുറച്ചും കൂടെ ക്വസ്റ്റ്യൻസ് കിട്ടി കേട്ടോ. കുറച്ച് ക്വസ്റ്റ്യൻസ് കിട്ടി, അപ്പൊ ഞാനതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ആൻസേഴ്സും കിട്ടി. പാറ്റേണിലുള്ള ക്വസ്റ്റ്യനാ വരാന്ന് അറിയാൻ പറ്റിയില്ലേ? ആ ഓക്കെ. ഇനി മാനവ്, വാട്ട് ഡു യു ഫീൽ ആക്ച്വലി? വർക്കൗട്ട് സെഷന് എന്ത് യൂസ്ഫുൾ ആണെന്ന് തോന്നിയോ മാനവ്? എന്നോടാണോ മാം? വർക്കൗട്ട് സെഷൻ നിന്റെ അടുത്ത് തന്നെ ഇടന്നില്ലേ മാനവ്? അല്ല മാം, എനിക്ക് നിങ്ങളെ വോയിസ് എനിക്ക് ബ്രേക്ക് ആവുന്നുണ്ട്, എടുക്കുക, അതാണ്. കുഴപ്പമില്ലടാ, പറഞ്ഞു. ജസ്റ്റ് സെക്കൻഡ്. സെറോയ, ടെൽ മീ. മാം, എനിക്കില്ലേ വർക്ക് ഉണ്ട് മാം, അപ്പൊ ഞാനൊന്ന് ലീവ് ആയിക്കോട്ടെ. കുറെ വർക്ക് ഉണ്ട് മാം. താങ്ക് യു. മാനവ് പറഞ്ഞോ. എന്നാ പിന്നെ ഞാനും ഇന്നലെ വേണ്ട, ക്ലാസ്സിൽ നിങ്ങൾ അങ്ങനെ ലീവ് ചെയ്യണ്ട. ഞാനിവിടെ ഒപ്പീനിയൻ ചോദിച്ച ആൾക്കാരല്ലേ വിടുന്നുള്ളൂ. എന്നാ പിന്നെ ഞാനൊന്ന് എന്നാ ഫിദ പറ, എങ്ങനെയുണ്ടായിരുന്നു വർക്കൗട്ട് സെഷൻ? കൊള്ളായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. എന്താ ഇതുവല്ല ബിരിയാണി ചെന്നാണല്ലോ. യൂസ്ഫുൾ ആയി ഫീൽ ചെയ്തോ? അതെ അതെ, എനിക്ക് പറയാൻ പറ്റി. സാധാരണ എല്ലാ ക്വസ്റ്റ്യൻസും ഒന്നും പറയാൻ പറ്റണല്ല എനിക്ക്. ഓക്കെ, സോ പഠിച്ചതുകൊണ്ട് യൂസ്ഫുൾ ആ ആയല്ലേ? എല്ലാവർക്കും ഒരു ആ കാര്യം മനസ്സിലായോ? NS equal to C/V is an inevitable part of refraction എന്ന് മനസ്സിലായോ? ആ ഇക്വേഷൻ ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ല എന്ന് എല്ലാവർക്കും മനസ്സിലായോ? അത് മിസ്സിന് വേണ്ടു. കാരണം ഞാൻ മിസ് ഇന്നലെ പറഞ്ഞതാണ്, N equal to C/V റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന്റെ ഇക്വേഷൻ ഒഴിവാക്കിയിട്ട് ഒരു പരിപാടിക്ക് നിൽക്കരുതെന്ന്. സ്നെൽസ് ഒഴിവാക്കാൻ പാടില്ല. ക്ലിയർ ആയോ എല്ലാവർക്കും? ഓക്കെ, ഐ ഹോപ്പ് ദാറ്റ് ഇറ്റ് വെൻ വെൽ. നമുക്ക് അടുത്ത കൺസെപ്റ്റ് സെഷനിൽ കാണാം. ഞാൻ തന്നെ ആയിരിക്കും അടുത്ത കൺസെപ്റ്റ് സെഷനിൽ. സോ താങ്ക്ഫുൾ ഓൾ ഓഫ് യു. ഐ എം സോ ഹാപ്പി. നിങ്ങളുടെ ക്ലാസ് നന്നായി പഠിച്ചിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഇതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യുക. താങ്ക് യു നവ, താങ്ക് യു സോ മച്ച് ഫോർ യുവർ കോംപ്ലിമെന്റ്. ഹാവ് എ നൈസ് ഡേ എവറിബഡി. ബൈ. യു ക്യാൻ ലീവ്. ബൈ ഡിയേഴ്സ്. ബൈ. Bye, ma'am.
ബൈ. നവജോത് റെസ്റ്റ് എടുക്കുക കേട്ടോ. അക്ഷയ് റെസ്റ്റ് എടുക്കുക, നന്നായിട്ട് റെസ്റ്റ് എടുക്കുക. ഓക്കെ ബൈ. മാത്യു ബൈ. Thank you, ma'am. Mana bye dear. Bye bye.